ഹായ്, നമസ്കാരം. രാഷ്ട്രീയ വൃത്തങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അയോധ്യയിൽ ശ്രീരാമനെ കൊള്ളയടിച്ചതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കമാന്നൊരക്ഷരം പറയാത്തത്? അദ്ദേഹം വിദേശത്താണ്, കുറെ ദിവസങ്ങളായിട്ട്. ഏത് രാജ്യത്താണെന്നുള്ള വിവരമില്ല. പക്ഷെ അദ്ദേഹം വിദേശത്തിരുന്നു കൊണ്ട് മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ശരാശരി പൗരനെ, വിശ്വാസികളെ ഗ്രസിച്ചിരിക്കുന്ന, അവരെ അലോസരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശബരിമലയിലെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. അദ്ദേഹം പലതവണ പ്രതികരിച്ചു. നല്ല കാര്യമാണ്. അദ്ദേഹം പാരഡി പാട്ട് കൂടി പാടി. പക്ഷെ അതിനേക്കാൾ വലിയൊരു കൊള്ള അയോധ്യയിൽ അരങ്ങേറിയ ശേഷം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിക്കാതിരിക്കുന്നത്? ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, വിവേചനാധികാരമാണ്, പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഡൽഹി വൃത്തങ്ങളിൽ അടക്കി സംസാരമുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് എന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അയോധ്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊള്ളയുടെ വിവരങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ്. അതിൽ മധുരയുണ്ട്, ശ്രീകൃഷ്ണന്റെ, ബദ്രിനാഥ് ഉണ്ട്, വേറെ ഒരുപാട് ഉജ്ജയിനിൽ ഉള്ള ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്, അവിടുത്തെ വികസനത്തെക്കുറിച്ചുണ്ട്. നിരവധി ഒരു അര ഡസൻ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയും ക്ഷേത്ര നഗരികളെയും മുൻനിർത്തിയുള്ള വളരെ വിഷമകരമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അയോധ്യയ്ക്ക് ഒരു സിഇഒയെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ സർക്കാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സ്ഥാനാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. യഥാർത്ഥത്തിൽ ഒരു ഹിമക്കട്ടയുടെ ഒരു അഗ്രം മാത്രമാണ് അയോധ്യയിൽ നിന്ന് പുറത്തു വന്നത്. അയോധ്യയിൽ നടന്ന കൊള്ളയ്ക്ക് പല തലങ്ങളുണ്ട്. ആദ്യകാലത്തെ രാം ജന്മഭൂമി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഭവശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. പോട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുതാര്യതയില്ലായ്മ. ഇപ്പൊ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി 2000 കോടി രൂപയാണ് ഭക്തരിൽ നിന്ന് പിരിച്ചത്. അന്ന് തന്നെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന എഞ്ചിനീയർമാർ, ഇത് ചില ആൾക്കാരുടെ പേരുകൾ പുറത്തു വരുന്നുണ്ട്, ദീനനാഥ് വർമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ, 40% കമ്മീഷൻ അവിടെ ഈ നിർമ്മാണത്തിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വാങ്ങുന്നു എന്ന് ആ എഞ്ചിനീയർ പരാതിപ്പെട്ടിരുന്നു. ട്രസ്റ്റിലെ അംഗമായിരുന്ന RSS നേതാവായ അനിൽ മിസ്ത്രിയുടെ നേർക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. ആ ഒരു പരാതിയെ തമസ്കരിച്ചുകൊണ്ട് ദീനനാഥ് വർമ്മ ഉൾപ്പെടെയുള്ള എഞ്ചിനീയർമാരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. നോക്കുക, 2000 കോടി രൂപയുടെ നിർമ്മാണ ചെലവാണ് അയോധ്യ ക്ഷേത്രത്തിന് ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെയാണ് അതിന്റെ 40% എന്ന് പറയുമ്പോൾ 700-800 കോടിയില്ലേ. രണ്ടാമത്, ഭക്തർ നൽകിയ വിലപിടിപ്പുള്ള വജ്രങ്ങള്, ദ്രവ്യങ്ങള്, സ്വർണം, ബിസ്ക്കറ്റ്, ഈ പറഞ്ഞ സിൽവർ ബിസ്ക്കറ്റുകള്, രാമന്റെ പാദുകം, ഹനുമാന്റെ ഗദ ഉൾപ്പെടെയൊക്കെ ഉള്ളതെല്ലാം മോഷണം പോയി. പക്ഷേ അതിൽ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് സാധനങ്ങൾ മോഷണം പോയത് കണ്ടെത്താൻ കഴിയില്ല. എന്താ കാരണം? അവയൊന്നും ഇൻവെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇനി അവിടെയുള്ള CCTVയുടെ ദൃശ്യങ്ങൾ ആരാണ് ഇറേസ് ചെയ്തു? 1-2 മാസത്തെ ഇറേസ് ചെയ്യപ്പെട്ടു. ശബരിമലയിൽ ദൗർഭാഗ്യകരമായ കാര്യം ഉണ്ട്. ആ സംഭവം വന്നപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയിലൊന്നും നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ പോലും അവരുടെ സൂപ്പർവിഷനിൽ കൃത്യവിലോപം സംഭവിച്ചു എന്നുള്ള പേരിലാണ് 2 ദിവസം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഇപ്പോൾ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും ചെന്നൈയിലെ ചില കമ്പനികളൊക്കെ ചെയ്തതുപോലെ ഈ സ്വർണ്ണക്കൊള്ളയിലൊന്നും ഇവർ പങ്കെടുത്തിട്ടില്ല. പക്ഷെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, മേൽനോട്ട. ആ ചുമതലയിൽ അവർ വീഴ്ച വരുത്തി എന്നുള്ളത് കൊണ്ടാണ് അവർ ആരോപിതരായത്, പ്രതിപട്ടികയിൽ സ്ഥാനം പിടിച്ചത്. ഇനി നോക്കുക, അയോധ്യയിൽ ഈ സംഭാവനകളുടെ ചുമതല ഉണ്ടായിരുന്നത് ഈ ചമ്പത് റായ് എന്ന് പറയുന്ന ഒരു RSS നേതാവിനാണ്. സംഭാവനകളാണല്ലോ കൊള്ളയടിക്കപ്പെട്ടത്. എന്താ ഇവർ ചെയ്തത്? അദ്ദേഹം രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടൊരു താമ്രപത്രം കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് യാത്രയാക്കിയത്.
നോക്കുക. ശബരിമലയും അയോധ്യയും തമ്മിലുള്ള അന്തരം, ഉത്തരവാദിത്വം എങ്ങനെയാണ് ആൾക്കാരിൽ നമ്മൾ സ്ഥാപിക്കുന്നത്, അത് സംബന്ധിച്ചുള്ള ഒരു വൈരുദ്ധ്യമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് ചില സംഘപരിവാർ ഹാൻഡിലുകൾ വളച്ചൊടിച്ചു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അതായത് ഈ അയോധ്യ ട്രസ്റ്റിലെ 15 പേരിൽ 3 പേർ ഉദ്യോഗസ്ഥന്മാരാണ്. 2 പേർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഫൈസാബാദ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ 2 പേര്. അതുകൂടാതെ അമിത്ഷായ്ക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡീഷണൽ സെക്രട്ടറി, മുതിർന്ന IAS ഉദ്യോഗസ്ഥനും ഈ ട്രസ്റ്റിലെ അംഗങ്ങളാണ്. അവർക്ക് ഉത്തരവാദിത്വമില്ലേ? പിന്നെ ഈ ട്രസ്റ്റ് രൂപീകരിച്ചതാരാണ്? ട്രസ്റ്റ് രൂപീകരിച്ചത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്, ആഭ്യന്തര മന്ത്രാലയമാണ്. ഈ അയോധ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ആരുടെയാണ്? കേന്ദ്ര സർക്കാർ അക്വയർ ചെയ്ത ഭൂമിയാണ്. നോക്കുക, ട്രസ്റ്റിലെ അംഗങ്ങളിൽ പലരും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന സെർവിംഗ് IAS ഓഫീസേഴ്സ്. ട്രസ്റ്റ് രൂപീകരിച്ചത് MH. എന്നിട്ടും MH പറഞ്ഞു ഇത് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന്. എന്തിനു വേണ്ടിയായിരുന്നു അതെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു 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 അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ RTIയുടെ ഭാഗമായിരുന്നെങ്കിൽ കുറേയും കൂടി സുതാര്യത ഉണ്ടായേനെ. ഇപ്പോൾ ഈ പല ബഹുതലത്തിൽ നടന്ന ഈ കൊള്ളയെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രശ്രമം നടക്കുന്നുണ്ട്. ഇപ്പം ഈ കൊള്ളയുടെ പലതലം, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതെല്ലാം അനാവരണം ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഒരു നടപടി എടുക്കാതിരുന്നത്? ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തി വാങ്ങുന്നു, 2 കോടിക്കാണ് വാങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്തു? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ ട്രസ്റ്റിന് 2 കോടിക്ക് മേടിച്ചത് 18.5 കോടിക്ക് മറിച്ചു വെക്കുന്നു. ഒറ്റ ഉദാഹരണം മാത്രമാണ്. അങ്ങനെ നിരവധി ഉദാഹരണം. ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും വലിയ കൊള്ള നടന്നു. ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിക്കാത്ത 2 പേരേ ഉള്ളൂ. ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ, അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും പങ്കെടുത്ത ഭാഗവാക്കായ പ്രധാനമന്ത്രിയും ശബരിമലയുടെ മുകളിൽ വാചാലനായ നമ്മുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയുമാണ് ഇതേക്കുറിച്ച് ഒന്നും പറയാത്തത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം വളരെ വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ആയിട്ടുള്ള അന്വേഷണം നടക്കണം. എന്തുകൊണ്ടെന്നാൽ രാമനെയാണ് കൊള്ള ചെയ്തത്. ശ്രീരാമന്റെ സ്വത്തുവകളാണ് കൊള്ള ചെയ്യപ്പെട്ടത്. ശബരിമലയുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കുന്നത് പോലെ സ്വാഗതാർഹമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം അയോധ്യയിൽ നടക്കട്ടെ. അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളെയും ക്ഷേത്രനഗരികളെയും ചുറ്റിപ്പറ്റിയുള്ള മോഷണങ്ങളുടെ വിവരങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ.